നടക്കുന്ന പശ്ചിമേഷ്യൻ സംഘർഷം അതിഗുരുതരമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇറാന് മുന്നിൽ അമേരിക്ക തകരുമോ എന്ന സംശയങ്ങളാണ് പലരും ഉന്നയിക്കുന്നത്. അമേരിക്കൻ സൈന്യം ഇറാനെതിരെ നിർണായക വിജയങ്ങൾ കൈവരിച്ചിട്ടുണ്ടെന്ന അവകാശവാദം ഉയരുമ്പോൾ അതിനെതിരെ സംശയങ്ങൾ ഉയരുന്നതും യുദ്ധത്തിന്റെ സങ്കീർണത വർദ്ധിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതും ലോകം വിശ്വസിക്കുന്നത് എന്താണെന്നതും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ കൂടുതൽ വ്യക്തമായി പ്രകടമാകുന്നു. ഈ സാഹചര്യത്തിൽ ഓരോ വിവരവും, ഓരോ പ്രസ്താവനയും, ഓരോ റിപ്പോർട്ടും തന്നെ യുദ്ധത്തിന്റെ ദിശ മാറ്റാൻ കഴിയുന്ന ശക്തിയുള്ളവയായി മാറിയിരിക്കുകയാണ്. അന്ന കെല്ലിയുടെ വാക്കുകൾ പ്രകാരം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഏകദേശം 90% വരെ കുറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇറാന്റെ നാവികസേന വലിയ തോതിൽ തകർന്നുവെന്നും അവരുടെ ഉൽപാദന സൗകര്യങ്ങളിൽ 2/3 ഭാഗം നശിച്ചിരിക്കുകയാണെന്നും അവകാശപ്പെട്ടു. അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ ഇറാനുമേൽ ശക്തമായ വ്യോമ ആധിപത്യം പുലർത്തുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഈ സാഹചര്യത്തിൽ ഇറാന്റെ ഏകമാർഗം അമേരിക്കയുമായി കരാറിലെത്തുകയും അവരുടെ ആണവ പദ്ധതികൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതാണെന്നും അവർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഈ അവകാശവാദങ്ങൾക്കെതിരെ തന്നെ അമേരിക്കൻ ഇന്റലിജൻസ് വൃത്തങ്ങളിൽ നിന്നുള്ള വിലയിരുത്തലുകൾ ചില സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. യുദ്ധം പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ അവസാനിക്കില്ലെന്നാണ് പ്രധാന ആശങ്ക. ട്രംപ് ഭരണകൂടം 2-3 ആഴ്ചയ്ക്കുള്ളിൽ സൈനിക ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ ശേഷിച്ച ആയുധ ശേഖരം കണക്കിലെടുക്കുമ്പോൾ അത് യാഥാർത്ഥ്യബോധമില്ലാത്ത ലക്ഷ്യമാണെന്ന് ചില സ്രോതസ്സുകൾ വിലയിരുത്തുന്നു. ഇറാൻ ഇപ്പോഴും ശക്തമായ പ്രതിരോധ ശേഷി നിലനിർത്തുന്നുവെന്നും അവരുടെ ആയുധശേഷി പൂർണ്ണമായും തകരാത്തതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇറാന്റെ യുദ്ധതന്ത്രത്തിന്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ ഭൂഗർഭ സൈനിക അടിസ്ഥാനങ്ങളാണ്. പതിറ്റാണ്ടുകളായി തയ്യാറാക്കിയ തുരങ്കങ്ങളും ഗുഹകളും ഉൾപ്പെടുന്ന വിപുലമായ ശൃംഖലയിൽ അവർ മിസൈൽ ലോഞ്ചറുകളും ആയുധശേഖരങ്ങളും ഒളിപ്പിച്ചിരിക്കുകയാണ്. ഇതുമൂലം അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന വ്യോമാക്രമണങ്ങൾക്കിടയിലും ഇറാൻ അവരുടെ ആക്രമണശേഷി നിലനിർത്താൻ സാധിക്കുന്നു. മൊബൈൽ ലോഞ്ചറുകൾ ഉപയോഗിച്ച് വേഗത്തിൽ ആക്രമണം നടത്തുകയും പിന്നീട് അവ നീക്കുകയും ചെയ്യുന്നത് അവയെ കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാക്കുന്നു. ഈ സാഹചര്യത്തിൽ യുദ്ധം വെറും വ്യോമാക്രമണങ്ങളിലൂടെ മാത്രം ജയിക്കാൻ കഴിയില്ലെന്നത് വ്യക്തമാണ്. അതിനാലാണ് അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ തുരങ്ക പ്രവേശന കവാടങ്ങളും ഭൂഗർഭ സൗകര്യങ്ങളും കൂടുതൽ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ ലക്ഷ്യങ്ങൾ കണ്ടെത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ സങ്കീർണവും അപകടകരവുമായ ദൗത്യമാണ്. സമുദ്രരംഗത്തും സംഘർഷം ശക്തമാണ്. ഇറാന്റെ പരമ്പരാഗത നാവികസേന വലിയ തോതിൽ തകർന്നിട്ടുണ്ടെങ്കിലും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പ്രത്യേക നാവിക വിഭാഗം ഇപ്പോഴും കാര്യമായ ശേഷി നിലനിർത്തുന്നു. ചെറിയ ബോട്ടുകളും ആളില്ലാ ഉപരിതല കപ്പലുകളും ഉപയോഗിച്ച് അവർ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് ഭീഷണി ഉയർത്തുന്നു. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന നാഡിയായ ഈ കടലിടുക്കിൽ സ്ഥിരത നഷ്ടപ്പെട്ടാൽ അതിന്റെ ആഘാതം ലോക സമ്പദ് വ്യവസ്ഥയെ മുഴുവൻ ബാധിക്കും. സെൻകോം നൽകിയ കണക്കുകൾ പ്രകാരം 155-ലധികം ഇറാനിയൻ കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇറാന്റെ സമുദ്രശേഷി പൂർണ്ണമായും ഇല്ലാതായിട്ടില്ല. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകളെ ലക്ഷ്യമിടാനുള്ള അവരുടെ കഴിവ് ഇപ്പോഴും നിലനിൽക്കുന്നതായി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഡ്രോണുകളും പ്രോക്സി സേനകളും ഉപയോഗിച്ച് അവർ ഈ ആക്രമണങ്ങൾ തുടരാനാകുമെന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. യുദ്ധത്തിന്റെ മറ്റൊരു പ്രധാന വശം വിവരങ്ങളുടെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളാണ്. ഒരു വശത്ത് അമേരിക്ക വിജയങ്ങൾ അവകാശപ്പെടുമ്പോൾ മറുവശത്ത് യുദ്ധം ദീർഘകാലത്തേക്ക് നീളാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നു. യുദ്ധഭൂമിയിലെ യാഥാർത്ഥ്യവും രാഷ്ട്രീയ പ്രസ്താവനകളും തമ്മിലുള്ള ഈ വ്യത്യാസം അന്താരാഷ്ട്ര സമൂഹത്തിന് യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു. ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ ചരിത്രത്തിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളുടെ ഒരു പാൻഡോറ ബോക്സ് തുറന്നതുപോലെയാണ് ഇറാന്റെ ഇപ്പോഴത്തെ നീക്കങ്ങളെന്നും ലോകം വീക്ഷിക്കുന്നത്. ഒരിക്കൽ തുറന്നാൽ അടയ്ക്കാൻ കഴിയാത്ത വെല്ലുവിളികളും അപ്രതീക്ഷിത പ്രത്യാഘാതങ്ങളുമാണ് ഈ പെട്ടിയിൽ നിന്നും പുറത്തു വരുന്നത്. ഈ പെട്ടിയിൽ നിന്നും പുറത്തു വന്ന സാങ്കേതിക വിദ്യകളും തന്ത്രങ്ങളും വരും കാലത്ത് ഏതൊരു ചെറിയ രാജ്യത്തിനും വൻ ശക്തികളെ വെല്ലുവിളിക്കാനുള്ള ആത്മവിശ്വാസം നൽകുന്നു എന്നത് ആഗോള സുരക്ഷയ്ക്ക് പുതിയൊരു ഭീഷണിയാണ്. ഈ യുദ്ധം എന്ന് അവസാനിക്കുമെന്നതിനേക്കാൾ പ്രധാനം ഇത് തുറന്നുവിട്ട പുതിയ തന്ത്രങ്ങളും അദൃശ്യമായ ഭീഷണികളും ലോകക്രമത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്നതാണ്. സമാധാനത്തിന്റെ വാതിലുകൾ ഓരോന്നായി അടയ്ക്കുമ്പോൾ ഇറാൻ തുറന്നിട്ട ഈ യുദ്ധതന്ത്രങ്ങളുടെ പാൻഡോറ ബോക്സ് ലോകത്തിനു മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.